കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ പുനരന്വേഷണം പൂർത്തിയായി. നാർക്കോട്ടിക് സെൽ ACP ഉന്നത മേഖല IGക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഗൈനക്കോളജിസ്റ്റിനെതിരെ അതിജീവതയുടെ പരാതിയിലാണ് പുനരന്വേഷണം നടന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് ICU പീഡനവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള വിവാദം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റ് പ്രീതി തനിക്കെതിരായി മൊഴി നൽകിയ ാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അവർ നിരവധി തവണ കമ്മീഷണർ ഓഫീസിന് മുന്നിലൊക്കെ തന്നെയും നിരാഹാര സമരം അടക്കമുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ദേവിക. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പുനരന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തുടർന്നാണ് ഈ പുനരന്വേഷണം പൂർത്തിയായതായും റിപ്പോർട്ട് നാർക്കോട്ടിക് സെൽ ACP ഉത്തരമേഖല IGക്ക് സമർപ്പിച്ചതായുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ഗൈനക്കോളജിസ്റ്റിനെതിരായ അതിജീവിതയുടെ പരാതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പുനരന്വേഷണം നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ദേവിക. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.